നമസ്കാരം, ഞാൻ വീണ വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു ചിക്കൻ പിരട്ടാണ്, അല്ലെങ്കിൽ ചിക്കൻ ഉലർത്ത്. അതിന് എന്തെല്ലാം ചേരുവകൾ വേണമെന്നും എങ്ങനെ ഉണ്ടാക്കാമെന്നും നോക്കാം. നമ്മുടെ ചിക്കൻ പിരട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ ചെറിയ പീസാക്കിയതാണ്, ചെറിയ പീസുകളാക്കണം. അതുപോലെ തന്നെ ഒരു ചുമന്നുള്ളി ഒരു 200 ഗ്രാമോ കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ 3-4 പച്ചമുളക്, ഒരു വയനയില, ഒരു വെളുത്തുള്ളി, ഒരു കൂടം വെളുത്തുള്ളിയുടെ പകുതി, ഒരു ചെറുനാരങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ അതിടാം, രമ്പയില ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇലകൾ വെച്ചാണ് ഞാൻ എടുക്കുന്നത്, വയനയില. പിന്നെ ഇതിനാവശ്യമായ പൊടികൾ: എരിവുള്ള മുളക് പൊടി, എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഗരം മസാല, പിന്നെ അല്പം പെരുംജീരകം, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഒരുപാട് വഴറ്റുന്ന ഉള്ളി വഴറ്റിലോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ചുമന്നുള്ളി ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, 1-2 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ ഇടുന്നു. അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. ഇപ്പോൾ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അതിന് ശേഷം എരിവുള്ള മുളക് പൊടി, ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, അല്പം ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെ ആവശ്യത്തിന് പിന്നെയും ഇടാൻ കേട്ടോ. ഇപ്പോൾ ഒന്ന് ഇതെല്ലാം കൂടെ കൂട്ടി തിരുമ്മി നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നേരം വെക്കണം. ഇത് നല്ല രീതിയിൽ ഈ ഉള്ളിയുടെയും വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൻ്റെ എല്ലാം ഈ നീര് ഇറച്ചിയിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ 2 മിനിറ്റ് നേരം ഇതുപോലെ കുഴച്ച് തിരുമ്മി 1/2 മണിക്കൂർ നേരം വെക്കണം. നമ്മൾ ചിക്കൻ മുളകും ഉപ്പും ഉള്ളികളും ഇഞ്ചി പച്ചമുളകെല്ലാം പുരട്ടി 1/2 മണിക്കൂർ നേരം വെച്ചു. അതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ കടായി എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കറിവേപ്പില, മല്ലിയില, ബേ ലീവ്സ്, 2-3 പച്ചമുളക്, ഇതെല്ലാം ഇട്ടൊന്ന് തീ കുറച്ച് വെച്ചോളുക. അതിന് ശേഷം ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് അതും കൂടി ഇടുകയാണ്.
കുരുമുളക് പൊടി ഒന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് മൂത്തോട്ടെ മുളക് പൊടി. ചുമപ്പ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഉണ്ടോ? ചുമന്ന കളറ് മാറിയിട്ട് ഒരു റെഡിഷ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇറച്ചി പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മുളക് പൊടിയിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഇത് മൂടി വെച്ച് മീഡിയം തീയിൽ മൂടി വെച്ച് വേവിക്കുക. ഇതിൽ വെള്ളം ഒഴിക്കരുത്, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നമ്മളിത് ഒട്ടും ഗ്രേവി ആയിട്ട് എടുക്കുന്നതല്ല, ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചിക്കൻ നമ്മളൊരു 5 മിനിറ്റ് നേരം മൂടി വെച്ചു ഇതുപോലെ വേവിച്ചു. ഇനി ഇത് തുറന്ന് വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി മൂടി വെക്കണ്ട. ഇനി ഇത് മുഴുവനും ഡ്രൈ ആക്കി എടുക്കത്തക്ക രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല രീതിയിൽ ചിക്കൻ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് പാകത്തിന് ഉപ്പുണ്ടോ, കുരുമുളക് പൊടി ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കി അത് വേണ്ടതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കണ്ട. ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയി വരണം. കുറച്ച് സമയം എടുക്കും. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടിരിക്കുകയാണ്. ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഈ തീ കൂട്ടി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റണമല്ലോ, അതിനുവേണ്ടി തീ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ചിക്കൻ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ആയി ഇതുപോലെ ഡ്രൈ ആയി. സമയത്ത് നമ്മൾ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തങ്ങനെയാണ്, അതും തുള്ളി കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ വേണമായിരുന്നു, കുറച്ച് കുരുമുളകും കൂടെ ഇട്ടു. ഇനി ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. കുറച്ച് ഉപ്പ് വേണം. ഒരുവിധം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് നാടൻ കോഴി വെച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നാടൻ കോഴി ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കണം, അതിന് നല്ലൊരു പ്രത്യേകതയാണ്. കോഴി ഇച്ചിരി നെയ്യുള്ള കോഴിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ഇടണം. ഇവിടെയൊക്കെ കിട്ടുന്ന കോഴിക്ക് അത്ര നെയ്യൊന്നുമില്ല. നാടൻ കോഴി പെരട്ട് ഇച്ചിരി ഫേമസ് ആണ്. അതേ നാടൻ കോഴി അല്ലെങ്കിൽ പോലും ഏകദേശം ആ ടേസ്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ തീ ഓഫാക്കുകയാണ്. ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ അപ്പം, പൊറോട്ട, അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഏതിൻ്റെ കൂടെ ഇതൊരു കോമ്പിനേഷനാണ്. പിന്നെ എരിവെല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഒരു സാധാ പാകം മീഡിയം ലെവലിലാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. പിന്നെ ഞാൻ പച്ചമുളകൊക്കെ 3-4 എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പച്ചമുളകിന് അധികം എരിവില്ലാത്തത് കൊണ്ടാണ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതനുസരിച്ച് കുറച്ചിട്ടുകൊള്ളുക. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ പെരട്ടാണ്. തിരുവനന്തപുരം സൈഡിലേക്കൊക്കെയാണെന്ന് തോന്നുന്നു പെരട്ടെന്നൊക്കെ പറയുന്നത്, ചിക്കൻ പെരട്ട്. ഞങ്ങൾക്കൊക്കെ റോസ്റ്റെന്നോ അല്ലെങ്കിൽ ചിക്കൻ ഉലർത്തെന്നോ എങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും ഇത് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സെർവ് ചെയ്യുന്ന സമയത്ത്
അല്പം നാരങ്ങ നീരും കൂടി ഒഴിക്കാം ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു നാരങ്ങയാണ് കാണിച്ചത്, ഇത് നല്ല നീരുള്ള നാരങ്ങയാണ്. അതുകൊണ്ട് ഞാൻ ഒരു മുറി ഒഴിച്ചപ്പോഴത്തേക്ക് ഇതിനാവശ്യത്തിനായി. ഇനി കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തും വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം. അതല്ല സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കാനും ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ അല്പം ഇവിടെ ഒഴിക്കുകയാണ്. കുരു വീഴുകയാണെങ്കിൽ എടുത്ത് കളയണം കേട്ടോ, അത് കിടന്നാൽ ഒരല്പം കയ്പ്പ് വരും. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. നാരങ്ങ നീര് വിളമ്പുന്ന സമയത്ത് ഒഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ആകാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.